അപ്പോൾ കണ്ടോ നമ്മുടെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും വന്നിട്ടുണ്ട്, നല്ലൊരു തിളക്കവും വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഒരു പിങ്കിഷ് കളർ പോലെ വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും. നമ്മുടെ ആ ഒരു മുഖത്തെ പാടുകളും കലകളും ഒക്കെ മാറി സ്കിന്ന് നല്ല തിളങ്ങാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ടൈറ്റൻ സ്കിന്നായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനങ്ങൾ കൊണ്ടല്ലോ ഉണ്ടാക്കുന്നത്. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനായിട്ടും മുഖത്ത് നല്ല ബ്രൈറ്റൻ കിട്ടാനായിട്ടുമുള്ള നാച്ചുറലായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്കൊരു എത്ര ഏജ് ആയാലും നമുക്കൊരു ഏജിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഈ ഒരു ഇങ്ങനത്തുള്ള നാച്ചുറൽ ക്രീം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നുമൊക്കെ ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ് ക്രീമുകളും റിങ്കിൾസ് കുറയാനുള്ള ക്രീമുകളും ഒക്കെ വാങ്ങിച്ച് തേക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ? ഉള്ളെന്നുണ്ടവർ അതായത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്നുണ്ടോ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത് മറ്റുള്ളവർക്കൂടെ ഉപകാരമാകുമല്ലോ. അപ്പം ഞാൻ എന്തായാലും പറയുന്നത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്രൈറ്റ് ആകാൻ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ റിങ്കിൾസ് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും ക്രീമുകളും കാര്യങ്ങളും ഒക്കെ മാർക്കറ്റിൽ കിടുന്നത്. പക്ഷേ അതിനകത്ത് എന്താണ് കെമിക്കൽ യൂസ് ചെയ്യും. അത് കേടാകാതിരിക്കാനായിട്ടും കുറെ കൂടെ റിസൾട്ട് കിട്ടാനായിട്ടും ഒക്കെ ആയിട്ട് വലിയ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ആകും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? നമുക്ക് നല്ലൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാം, റിങ്കിൾസിനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം, സ്കിൻ ബ്രൈറ്റ് ആകാനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. എന്തുകൊണ്ട് പറ്റിക്കൂടാ അല്ലേ? പക്ഷെ അത് നമ്മൾ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ വീണ്ടും ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം അല്ലേ? പക്ഷെ നമുക്ക് വേറെ എന്താണ്, നമ്മുടെ മുഖത്ത് കാര്യങ്ങൾക്കൊന്നും ഒരു ഡാമേജ് വരത്തില്ലല്ലോ. അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തു പോകാം. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓരോ പായ്ക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ടാനൊക്കെ നന്നായിട്ട് മാറാനായിട്ടും നമ്മുടെ മുഖത്തിന് നല്ല കളർ കിട്ടാനായിട്ടും നമ്മുടെ മുഖത്തെ റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെയുള്ള അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് വെളുക്കാനും റിങ്കിൾസ് കുറയാനും അതുപോലെ തന്നെ ടാനും കരിവാളിപ്പും ഒക്കെ മാറിക്കിട്ടും നമുക്കൊരു നൈറ്റ് ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് നമുക്ക് ഈ ഒരു ബൗളിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇത് വേണം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്താലും നല്ലതാണ്. പിന്നെ ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ആ ജ്യൂസ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കാം. നമുക്ക് വേണേൽ കുറച്ച് വെള്ളം കൂട്ടി അരച്ചിട്ട് ഇതുപോലെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് വേണ്ടേ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെറിയൊരു ബൗളിനാണ് ഒരു കുറച്ച് ഏകദേശം ഒരു കാൽ കപ്പോളം ചെറിയ നമ്മുടെ ഈ ചെറിയ കുഞ്ഞിക്കപ്പില്ലേ, ഇതുപോലത്തെ കപ്പില്ലേ, അതിനൊരു 1/4 കപ്പോളം കിട്ടിയിട്ടുണ്ട്. ഇത് ധാരാളം മതി നമുക്ക് കേട്ടോ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം കോൺഫ്ലവർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് വേണ്ട കേട്ടോ. ഒരു നുള്ളു മതി കേട്ടോ, ശക്കലം മതി. ഒരു പിഞ്ചെന്നൊക്കെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് അലർജി ഉള്ളവരെന്നൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടാന്ന് ആക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന കോൺഫ്ലവർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ തന്നെ നമുക്കൊരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടത്. അത് അന്നേരം തന്നെ എടുത്തേക്കണം, അല്ലെങ്കിൽ കട്ടയായി പോവും.
അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. നല്ലപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒരു ക്രീമി പരുവാക്കി എടുക്കണം നമ്മൾ. ആ ചെറിയ ചൂടോട് കൂടി തന്നെ എടുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ ആ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഒരു ശകലം പോലെ ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് ആറട്ടെ കേട്ടോ. അപ്പോൾ ഇച്ചിരി ചെറിയ ചൂടുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പം നമുക്ക് ഈ സ്പില്ലറിനകത്ത് ഗ്ലിസറിൻ എടുക്കാം, അല്ലെങ്കിൽ കൂടിപ്പോകും. ഒരു 4 ഡ്രോപ്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 2 3 4. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഹണിയാണ് കേട്ടോ. ഹണി വളരെ കുറച്ച് മതി. ഒരു 3 ഡ്രോപ്സ് ഹണി മതി കേട്ടോ. നമ്മുടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുഖത്തെ ചുളിവ് മാറാനായിട്ടും നല്ല ഫേസിന് നല്ല ഇത് ഡെയിലി തേക്കും തോറും നിങ്ങളുടെ ഫേസിന് നല്ല ഗ്ലോ ആയിട്ട് വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാവേ, ഇതിൻ്റെ ഗുണങ്ങൾ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. ഒരിക്കലുമില്ലാതെ നല്ലൊരു നൈറ്റ് ക്രീമാണിത് കേട്ടോ. നമ്മൾ കാശ് കൊടുത്തൊക്കെ നൈറ്റ് ക്രീം വാങ്ങിക്കത്തില്ലേ, അതിലൊക്കെ എത്രയോ നല്ലതാണെന്നറിയാം. ഇത് കണ്ടോ, നല്ല അടിപൊളി ഒരു ക്രീമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ ആ നല്ല അടിപൊളി ഒരു കളറാണ്. ഇഷ്ടമാണെന്നറിയാം എനിക്ക് ഈ കളറ്. അപ്പോൾ അടിപൊളി ഒരു കളറോട് കൂടിയിട്ടുള്ള നമ്മുടെ നൈറ്റ് ക്രീം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു ജെല്ലി ടൈപ്പിലാണ് നമുക്കിത് ഇരിക്കുന്നത്. കണ്ടോ, ഒരു ജെല്ലി ടൈപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ തേക്കുമ്പോൾ അത് നല്ലതായിട്ട് ക്രീം പരുവത്തിലായിക്കോളും കേട്ടോ. നല്ല അടിപൊളി ഒരു കളർ. ഇത് നമുക്ക് വേണമെങ്കിൽ ലിപ്പിലും തേക്കാം. കണ്ടോ, കണ്ടോ, ലിപ്പിന് കളർ കൊടുക്കാനായിട്ടും നമുക്ക് തേക്കാം. ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിനകത്ത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ലിപ്പിൽ കളർ കൊടുക്കാനായിട്ട് നമുക്കത് പായ്ക്കായിട്ട് ഇടാം കേട്ടോ. ഒരു കുഴപ്പമില്ല. മുഖത്തും തേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാകുന്നത്, ഓയിലി സ്കിന്നിൻ്റെയോ ഡ്രൈ സ്കിന്നിൻ്റെയോ കോമ്പിനേഷൻ സ്കിന്നിൻ്റെയോ ഏതെങ്കിലും ഓൾ ടൈപ്പ് സ്കിന്നിൻ്റെ എടുത്താൽ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഡോട്ട് ആൻഡ് ഗിയുടെ ഫേസ് വാഷ്. ഇത് കുറേ പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഇതല്ലാതെ ഡെർമോഡെക്കിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഫേസ് വാഷുകൾ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെന്താണ്, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ്. ഓറഞ്ചിനകത്ത് ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അങ്ങനൊരു ഫേസ് വാഷ് ആയതുകൊണ്ട് യാതൊരു കെമിക്കലും യാതൊരു കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, കുരുക്കളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഒരു ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇത്രയും മതി ഫേസ് വാഷ്. ഇപ്പോൾ നമ്മുടെ കയ്യിലെ ബീട്രൂട്ടിൻ്റെ കളറാട്ടോ. അപ്പോൾ നമ്മൾ ഫേസിലോട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ക്രീം രാത്രിയിലൊക്കെ നൈറ്റ് ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാവുള്ളൂ. ഒരു മിനിറ്റെങ്കിലും നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ തേക്കാവേ. ഞാനിപ്പോൾ കൺമഷിയില്ല, കണ്ണെഴുതിയേക്കുന്നതെല്ലാം പോവും. അതുകൊണ്ടാണ് ഇവിടെ മാത്രം കാണിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ടാനെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. ആരും വന്നു കഴിഞ്ഞാലൊന്നും പുറത്തോട്ടൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വന്നാലും ആരും പെട്ടെന്നൊന്നും മുഖം കഴുകി മാറത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകുവാണെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാനൊക്കെ എങ്ങനെയാണ്, പുറത്തോട്ട് പോയിട്ട് വന്ന ഉടനെ അന്നേരം ഫേസ് വാഷ് യൂസ് ചെയ്യും. നമുക്കിഷ്ടമുള്ള ഹെർബൽ ഫേസ് വാഷുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഹെർബലാണ് കേട്ടോ. ഇതിനകത്ത് ഓറഞ്ച് ഫ്ലേവർ അടങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെ പോമിഗ്രാനൈറ്റിൻ്റെ ഉണ്ട്, വാട്ടർമെല്ലിൻ്റെ ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഫേസ് വാഷ് ചെയ്തെടുക്കുക. ഫേസ് വാഷ് ചെയ്തെടുക്കുന്ന നമ്മുടെ മുഖം എപ്പോഴും നല്ല ഫ്രഷ് ആകും. ഫേസ് വാഷ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന്
ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റാം. ഇത്രയും മതി. നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേസിൽ മാത്രമല്ല, ഫേസിലും നെക്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണേ. ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റാം. നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ട് തുടയ്ക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത് മുഖത്ത് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒപ്പിയെടുക്കാവുള്ളൂ. ഇതുപോലുള്ള ഒരു ഫ്രഷ് ഒരു ടവൽ എടുത്ത് വെച്ചേക്കണം ഫേസൊക്കെ എപ്പോഴും തുടയ്ക്കാനൊക്കെ. അല്ലെങ്കിൽ ഫ്രഷുള്ള തോർത്തോ എന്തെങ്കിലും. ഞാൻ കൂടുതൽ ടർക്കിയാണ് യൂസ് ചെയ്തത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നല്ലതായിട്ടൊന്ന് അപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ളത്ര ക്രീം എടുക്കുക. അപ്പോൾ നമുക്കിതൊരു ബൗളിനകത്താക്കി സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. എത്രയാണെന്ന് ഞാൻ കാണിക്കാം. ദേ ഇത്രയും മതി. നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ഫേസിലും. അപ്പം അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. വെറുതെ പറയുകയല്ല. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഈ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ ആ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു തലാണി കവറിലൊക്കെ ആകും, റെഡ് കളറൊക്കെ ആകും എന്തായാലും. അപ്പോൾ അതിന് പകരം നമുക്ക് ഇത് 20 മിനിറ്റ് മുഖത്ത് വെക്കുക. വെച്ചതിന് ശേഷം എന്താണ്, പ്ലെയിൻ വാഷ് ചെയ്യുക. ഇനിയും നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ വെറുതെ വാഷ് ചെയ്ത് കളിക്കുക. അപ്പം ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നമ്മളിവിടെ കാണിച്ചു തരാം. ഒരു തവണ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റൻ കൊടുക്കുകയും അതുപോലെ തന്നെ സൺ പ്രൊട്ടക്റ്റ്, നമ്മുടെ സൺലൈറ്റിൽ നിന്നൊക്കെ കരിവാളിപ്പൊക്കെ മാറി കിട്ടാനായിട്ടൊക്കെ നല്ലതാണ്. നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും ഒത്തിരി സഹായിക്കുന്ന ഒരു ക്രീമും കൂടാണ് കേട്ടോ. ക്രീമെന്നോ പായ്ക്കെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു നൈറ്റ് ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യും. കാരണം ഇതിനകത്ത് കോൺസ്ട്രാച്ചൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് സ്കിന്നിന് നല്ല എലാസ്റ്റിക്കത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സഹായിക്കും. നല്ലതായിട്ട് തൊടുമ്പോൾ അറിയാം നല്ലതായിട്ട് ടൈറ്റായിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ടൈറ്റായിട്ടുണ്ട്. നല്ല തിളക്കവും കിട്ടും സ്കിന്നിന്. അതുപോലെ തന്നെ നല്ല ടൈറ്റ്നെസ്സും കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ സ്കിന്നിന് ടൈറ്റ് ആകണം, നല്ല റിങ്കിൾസ് കുറയത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് ഡ്രൈ ആകും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒപ്പി കൊടുക്കാവേ. ഒപ്പി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അപ്പം നമ്മളിത് തുടച്ച് മാറ്റിയിട്ടുണ്ട്. തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടും. അപ്പോൾ ഇതെന്താണ്, പതിവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊരു ക്രീമായിട്ടും പായ്ക്കായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആയിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റ് ആകും. അതുപോലെ റിങ്കിൾസ് കുറയും, ടാൻ മാറിക്കിട്ടും, കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും, എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ചുണ്ടിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ചുണ്ടിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പായ്ക്ക് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ഡെയിലി ചെയ്തു പോവുക. ഡെയിലി ചെയ്തു പോകുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും. അപ്പോൾ അടിപൊളി റിസൾട്ടുള്ളൊരു നൈറ്റ് ക്രീമായിട്ടും പായ്ക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.